ഒന്നാമത്തെ ചോദ്യം നോക്കാം. സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന താഴ്വര. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കാശ്മീർ. ചോദ്യം 2. ദക്ഷിണ ഭൂട്ടാനെയും ഇന്ത്യയെയും വേർതിരിക്കുന്ന ഹിമാലയത്തിൻ്റെ കീഴ്ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന നദി. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, മനാസ്. മൂന്നാമത്തെ ചോദ്യം. 2019 നവംബർ 29 രൂപം കൊണ്ട കേരള ബാങ്കിൻ്റെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മിറ്റി. തരുന്നത് MS ശ്രീറാം കമ്മിറ്റി. 4. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, തിരുവനന്തപുരം. അടുത്തത് 5-ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ മ്യൂസിയമായ നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ച വർഷം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1855. അടുത്തത് 6. 2024 കടമ്മനിട്ട പുരസ്കാരം നേടിയ വ്യക്തി. ഉത്തരം ഓപ്ഷൻ എ ആണ്, റഫീഖ് അഹമ്മദ്. അടുത്ത ചോദ്യം. 2024 ഫെബ്രുവരിയിൽ 200-ാം ജന്മവാർഷികം ആഘോഷിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സ്വാമി ദയാനന്ദ സരസ്വതി. അടുത്ത ചോദ്യം. 2024 പുരുഷ ഹോക്കി ലോകകപ്പിൻ്റെ വേദി. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഒമാൻ. 9. ഏത് അണക്കെട്ടിൻ്റെ ഉദ്ഘാടന വേളയിലാണ് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണെന്ന് ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെട്ടത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ബക്രാനങ്കൽ. അപ്പോൾ ബക്രാനങ്കലിൻ്റെ ഉദ്ഘാടന വേളയിലാണ് ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ ഒരു കോട്ട് പറഞ്ഞത്. ഇനി അടുത്തത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മൊറാർജി ദേശായി. അപ്പോൾ മൊറാർജി ദേശായിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ചത്. 11. നിത്യഹരിത നഗരം എന്ന് തിരുവനന്തപുരത്തെ വിശേഷിപ്പിച്ചത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗാന്ധിജി. 12. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ഡി, തിരുവനന്തപുരം. 13. സാന്താൾ കലാപം നടന്ന കാലഘട്ടം. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1855 to 1856. 14. സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഷിപ്കില. ഇനി 15. കേരളത്തിലെ ആദ്യ മിൽക്ക് ATM നിലയിൽ വന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, അമ്പലമുകൾ. 16. സംസ്ഥാനത്തെ ആദ്യ പട്ടികവർഗ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആരംഭിച്ച സ്ഥലം. ഉത്തരം ഓപ്ഷൻ ഡി, പാലോട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പാലോട്. ഇനി 17-ാമത്തെ ചോദ്യം. ദക്ഷിണേന്ത്യയിലെ ആദ്യ UAE കോൺസുലേറ്റ് നിലയിൽ വന്ന ഇന്ത്യൻ നഗരം. ഉത്തരം ഓപ്ഷൻ എ, തിരുവനന്തപുരം. 18. കേരളത്തിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ സ്ഥലം. ഉത്തരം ഓപ്ഷൻ സി ആണ്, പാലോട്. 19. സിംഹളൻ എന്ന് തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, CV കുഞ്ഞിരാമൻ. അപ്പോൾ CV കുഞ്ഞിരാമനാണ് സിംഹളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത്. ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് ഉപജീവനത്തിനായി പരിശീലനം നൽകുവാനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സാകല്യം. 21. കുടുംബശ്രീ രജത ജൂബിലി ആഘോഷിച്ച വർഷം. ഉത്തരം ഓപ്ഷൻ ബി, 2022. 22-ാമത്തെ ചോദ്യം. കുട്ടികൾക്കിടയിലെ ആത്മഹത്യ കുറയ്ക്കാൻ വേണ്ടി വനിതാ ശിശുക്ഷേമ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി. ഉത്തരം ഓപ്ഷൻ എ ആണ്, നിനവ്. അടുത്ത ചോദ്യം. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഉത്തരം ഓപ്ഷൻ ഡി, V ഹരിനായർ. 24. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ. ഉത്തരം ഓപ്ഷൻ ഡി, പ്ലാസ്മ. 25. SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകളുടെ എണ്ണം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 7. 26. ഒരു സ്ക്രീനിലെ ഏറ്റവും ചെറിയ ഘടകത്തെ തിരിച്ചറിയാനുള്ള സെൻസറിൻ്റെ കഴിവ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, റെസല്യൂഷൻ. 27. ഷട്ട് ഡൗൺ ചെയ്തിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിനെ ഓണാക്കുന്ന പ്രക്രിയ.
ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കോൾഡ് ബൂട്ടിങ്. ഇനി 28ാമത്തെ ചോദ്യം, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വേഗതയേറിയ മെമ്മറി. ഉത്തരം ഓപ്ഷൻ എ, മെമ്മറി രജിസ്റ്റർ. ഇനി 29ാമത്തെ ചോദ്യം, സിസ്റ്റം സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടാത്തത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ നമുക്കറിയാം സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റം, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, ലാംഗ്വേജ് പ്രോസസ്സർ ഇവയെല്ലാം സിസ്റ്റം സോഫ്റ്റ്വെയറുകളാണ്. ഇനി 30, ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഓരോ പ്രവൃത്തിയും ചെയ്തു തീർക്കണമെന്ന് നിബന്ധനയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇപ്പോൾ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഓരോ പ്രവൃത്തിയും ചെയ്തു തീർക്കണമെന്ന് നിബന്ധനയുള്ളത്. അപ്പോൾ ഒരു സമയം കൊടുത്ത് ആ സമയത്തിനുള്ളിൽ പ്രവൃത്തി തീർക്കണമെന്ന് നിബന്ധനയുള്ളത് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. ഇനി 31, MS എക്സലിലെ ഒരു സ്പ്രെഡ്ഷീറ്റ് ഫയൽ അറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, വർക്ക് ബുക്ക്. ഇനി 32, സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതി. ഉത്തരം ഓപ്ഷൻ സി ആണ്, നിരാമയ. ഇനി 33, തിങ്കാതീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം. ഉത്തരം ഓപ്ഷൻ എ ആണ്, ചമ്പാരൻ. ഇനി 34, താഴെ പറയുന്നവയിൽ ചമ്പാരനിലേക്ക് ഗാന്ധിജിയെ അനുഗമിച്ച പ്രമുഖരിൽ ഉൾപ്പെടാത്തത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഇദ്ദേഹം ഒഴികെ ബാക്കി JB കൃപലാനി, നർഹരി പരേഖ്, ബ്രജ് കിഷോർ ഇവരെല്ലാം ഗാന്ധിജിയെ ചമ്പാരനിലേക്ക് അനുഗമിച്ച പ്രമുഖരാണ്. JB കൃപലാനി, നർഹരി പരേഖ്, ബ്രജ് കിഷോർ. ഇനി 35, തിരുവിതാംകൂർ മിനറൽ വർക്കേഴ്സ് യൂണിയൻ സ്ഥാപിച്ച നവോത്ഥാന നായകൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, വേലുക്കുട്ടി അരയൻ. ഇനി 36, ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടമെന്ന് പ്രസ്താവിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, രാജാറാം മോഹൻ റോയ്. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിന് അവകാശം നൽകണമെന്ന് വാദിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, രാജാറാം മോഹൻ റായി ആണ്. ഇനി 38, ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകൻ. ഉത്തരം ഓപ്ഷൻ എ, സ്വാമി ദയാനന്ദ സരസ്വതി. ഇനി 39, ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ദക്ഷിണ ഗംഗോത്രി. 40, കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി. ഉത്തരം ഓപ്ഷൻ എ, പത്മ രാമചന്ദ്രൻ. ഇനി 41, ഈ പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, യൂണിയൻ ലിസ്റ്റ് 100, സ്റ്റേറ്റ് ലിസ്റ്റ് 61, കൺകറൻറ്റ് ലിസ്റ്റ് 52. ഇതാണ് ഇപ്പോഴത്തെ നിലവിൽ ലിസ്റ്റുകളുടെ എണ്ണമാണ്. യൂണിയൻ ലിസ്റ്റ് 100, സ്റ്റേറ്റ് ലിസ്റ്റ് 61, കൺകറൻറ്റ് ലിസ്റ്റ് 52. ഇപ്പോൾ 100, 61, 52. ഇനി 42, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവൽ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ചെമ്മീൻ. 43, താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓടക്കുഴൽ അവാർഡിന് ആദ്യമായി ലഭിച്ചത് G. ശങ്കരക്കുറുപ്പിനാണ്. ഈ പ്രസ്താവന തെറ്റാണ്. ഓടക്കുഴൽ അവാർഡ് ആദ്യമായി ലഭിച്ചത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ് 1969. ഇനി 44ാമത്തെ ചോദ്യം, നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം, നാഗ്പൂർ സമ്മേളനം. ഇപ്പോൾ 2 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, രണ്ടും തെറ്റാണ്. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം കൽക്കട്ട സമ്മേളനമാണ്. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് കൽക്കട്ടയിലെ പ്രത്യേക സമ്മേളനം. ഇനി അംഗീകാരം നൽകിയതാണ് നാഗ്പൂർ സമ്മേളനം. രണ്ടും 1920 തന്നെയാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, നിസ്സഹകരണ പ്രസ്ഥാനം. ഇനി അടുത്ത ചോദ്യം 46, ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം.
ഉത്തരം ഓപ്ഷൻ ബി മാൻഡിൽ. ഇനി 47 ശിലാമണ്ഡലം എന്ന് അറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ് ലിത്തോസ്ഫിയർ. ഇനി 48 ബോർഡ് ഓഫ് കൺട്രോൾ എന്നൊരു ബോഡി രൂപീകരിച്ച നിയമം. ഉത്തരം ഓപ്ഷൻ എ പിറ്റ്സ് ഇന്ത്യ ആക്ട്. 49 ഇന്ത്യയിൽ ആദ്യമായി 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത് ആരുടെ ജന്മവാർഷികത്തിലാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് മീരാബായി. ഇനി 50-ാമത്തെ ചോദ്യം, രാജാറാം മോഹൻ റോയ് മിറാത്തുൽ അക്ബർ പ്രസിദ്ധീകരിച്ചിരുന്ന ഭാഷ. ഉത്തരം ഓപ്ഷൻ സി ആണ് പേർഷ്യൻ. അപ്പോൾ അടുത്ത മോക്ക് ടെസ്റ്റ് കാണാം. ഹാവ് എ നൈസ് ഡേ.